ഇരുണ്ട കാർമേഘങ്ങളെ പരുന്തുകൾ ഭയപ്പെടാറില്ല. കാരണം അവ അതിന് മുകളിലൂടെയാണ് സഞ്ചരിക്കാറുള്ളത്. തന്റെ ഉയരങ്ങളെ കീഴ്പ്പെടുത്തി തന്നെ തോൽപ്പിക്കാൻ അവനൊരു എതിരാളിയുമില്ല. ലക്ഷ്യം വെച്ച ഒന്നിനെയും വിട്ടുകളഞ്ഞിട്ടില്ല. രാജകീയ ജീവിതവും വേട്ടയാടലിന്റെ 40 വർഷം പിന്നിടുമ്പോൾ പരുന്തിന്റെ തൂവലുകൾക്ക് ഭാരം കൂടും. കൊക്ക് കാൽവിരലുകൾ അമിത വളർച്ച എത്തും. ശാരീരിക വേഗത നഷ്ടപ്പെടും. ഇരപിടിക്കാനാവാതെ പ്രയാസപ്പെടും. ഇനി പരുന്തിന് മുൻപിൽ 2 മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ സാധാരണ പോലെ ജീവിച്ച് മരണത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ 40-ാം വയസ്സിൽ വീണ്ടും പുനർജനിക്കുക. ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ പോയിരുന്ന് സ്വന്തം കൊക്ക് പാറയിൽ ഇടിച്ച് പൊട്ടിക്കുക. എന്നിട്ട് കൊക്ക് തിരിച്ചു വളരാൻ കാത്തിരിക്കുക. കൊക്ക് വളർന്ന ശേഷം സ്വന്തം കാൽവിരലുകളും തൂവലുകളും പിഴുതെറിയുക. തൂവലുകളും കാൽനഖങ്ങളും തിരിച്ചു വളർന്നവരെ കാത്തിരിക്കുക. എന്നാൽ 150 ദിവസത്തെ ദിനരാത്രങ്ങൾക്കൊടുവിൽ കൊക്കും കാൽനഖവും തൂവലുകളും പുനർജനി വീണ്ടും ഒരു 30 വർഷത്തേക്ക് തന്റെ ടെറിട്ടറി അടക്കി വായാൻ ആകാശം